എനിക്ക് ഞാൻ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണമെന്ന്. പക്ഷെ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെയും ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണം, ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിനെൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും, ഇപ്പം ശേഖരനാണെങ്കിലും രാജു ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ടൂബ്രോ ആണെങ്കിലും എല്ലാവരും, സൗമ്യൻ ബ്രോ, എല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ആസ് എ ടെക്നീഷ്യൻ എൻ്റെ ഒപ്പം നിന്ന് ഈ സിനിമ തീർക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും സഹകരിച്ചു. അതായത് അവർ സമയം നോക്കാതെ വർക്ക് ചെയ്തു. ഈ സിനിമ ഇന്ന സമയത്ത് റിലീസ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് തന്നെ ചെയ്തു. അവരുടെ ഹെൽത്തും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും, അവരുടെ സൗകര്യങ്ങളൊക്കെ, ജെയ്ക്സൊക്കെ ആ രീതിയിലാണ് നമ്മളൊപ്പം നിന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എന്താ പറയുക നന്ദി പറയുകയാണ്, ഈ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ച് തരാൻ എൻ്റെ ഒപ്പം നിന്നതിന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് സിജോ, സൂരജ്, എംബോക്സിൻ്റെ നീലീഷ്, ഡോക്ടർ, അതുപോലെ തന്നെ ശ്രീലാൽ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു സ്വപ്നമായിരുന്നു പറഞ്ഞു. ആ ഒരു സ്വപ്നം തുടങ്ങി, ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു. ഇന്ന് ആ സ്വപ്നം അത് മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ചു തുടങ്ങി. ഇതൊരു ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതൊരു ആഘോഷമായി മാറുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെല്ലുന്നത് ഒരു മുഖം കാണാനാണ്. കാരണം ഇതിന്റെ പോസ്റ്ററിലൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ഗ്ലിംസ് വന്നപ്പോൾ തന്നെ ആ ഒരു BGM ബാക്കിൽ നിന്ന് നടന്നു പോകുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇപ്പോ കുറേ പേരൊക്കെ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാനാണ്. നമുക്ക് വിൽ ഗോ ഫോർ ദാറ്റ്, റൈറ്റ്? സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു വലിയ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാം വൺ ഓഫ് ദി ടോപ്പ് ടിയർ മലയാളം സിനിമ ഇന്റലക്ച്വൽ. വി ഹാവ് ഈ ഓണക്കാലത്ത് മലയാളികളുടെ ഖലീഫ ആമിർ അലി. സ്വാഗതം ചെയ്യുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഖലീഫയുടെ സന്തോഷത്തിലാണ്. ഓവർ ടു യു. Thank you so much. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആൻഡ് ഓൾ ദി അതർ ഗെസ്റ്റ്, താങ്ക് യു ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ ഏത് തരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരമൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈശാഖ്, ജിനു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എല്ലാ സിനിമകളെ പോലെയും ഇതും ഒരു വലിയ ഡ്രീമാണ്. പക്ഷേ ഈ സിനിമയുടെ പിറകിൽ ഈ സിനിമ മാത്രമായിരുന്നില്ല സ്വപ്നം. ഈ സിനിമയുടെ ആദ്യ കഥ ജിനു എന്നോട് ഷെയർ ചെയ്യുന്ന ദിവസം മുതൽ ഇതിൽ
മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലെഗസിയുമാണ് ഈ സിനിമയുടെ ഒരു ഫൗണ്ടേഷൻ എന്നോട് പറഞ്ഞിരുന്നു. 2022 തിരക്കഥ എഴുതിയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായി ഇതിന്റെ തിരക്കഥയിൽ ജിനു എഴുതിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈശാഖ് പറഞ്ഞ പോലെ ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹു യു ആർ ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ കണ്ടവർക്ക്, ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ജെനസിസ് എന്ന് പറയുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. അപ്പൊ അത്തരം ഒരു സിനിമ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖും ജിനുവും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം ആ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്ന തുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തിരക്കഥയാണത്. 2, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സൂരജ്, സിജോ, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ, ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15ആണെന്ന് തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എന്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പോൾ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only മാമ്പറക്കൽ അഹമ്മദ് അലി ലാലേട്ടൻ onto the stage. So please. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം തരുന്നു. ഒരു
യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്, ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്, ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും ഇതിലെ പ്രധാന കഥാപാത്രം ഉന്നയിച്ച വ്യക്തിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഈ അടുത്ത സിനിമയെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി ഒരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല രാത്രി തരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഞാൻ കഴിഞ്ഞു, സമ്മതത്തോടുകൂടി ഇത് കഴിഞ്ഞാൽ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പോൾ പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. താങ്ക് യു മച്ച്. ലാലേട്ട ഒന്ന് തുടരണം, ഒരു സെക്കൻഡ് പെട്ടെന്ന് വിടാം. നമുക്കതിനു മുമ്പായി വൈശാഖേട്ടൻ, ജിനുശേട്ടൻ, ടോവിനോ, സൗബിൻ, ദയവായി ഒന്ന് നമുക്ക് എല്ലാവരും ഇന്ന് കൂടിയപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയതെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. ഇത് ഇന്ന് ഒരു യാത്ര അവസാനിക്കുകയല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് എലമെന്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. പ്ലീസ് ദയവായി സഞ്ജു, ഇന്ദ്രൻ സാറിനെയും സ്വാഗതം ചെയ്യാണ്. സാദിഖ് ഒന്ന് ജോയിൻ ചെയ്യണം. രഞ്ജിയേട്ടാ പ്ലീസ്. നമുക്കപ്പോൾ എന്താ സർപ്രൈസിന് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മിസ്റ്റർ സൂരജ്, മിസ്റ്റർ ശ്രീലാൽ, ശിവജിത്ത് പ്ലീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീക്രട്ട് ആണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 2 വേഷങ്ങളാണ്. ജേക്സേട്ടാ വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജേക്സേട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. ആ ഗ്ലിംസ് വന്ന ഡേ മുതലുള്ള മേജർ ആന്റിസിപ്പേഷന്റെ റീസൺ കൂടെയാണ് വരുന്ന ഗൂസ് ബംസിന്റെ ക്രിയേറ്റർ. ഈ ഓണക്കാലം മുഴുവൻ ജേക്സേട്ടന്റെയാണ്, അത് വേറൊരു കാര്യം. സോ ഐ തിങ്ക് ദേ ആർ ഓൾ സെറ്റ്. ഇനി ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് we are going to reveal something for you. ലാലേട്ടാ ബസർ സെറ്റ് ആണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടിയും ഒച്ചയും ബഹളമൊക്കെ വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. There we go. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇത് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2-ന് വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നൊന്ന് അറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. പിടിയില്ല.
സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. എന്തൊക്കെയോ പരിപാടി, ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് രാജോനോട് ചോദിച്ചു നോക്കാം. രാജോട് എന്തായിരിക്കും? അല്ല, എന്നാലും ആദ്യം ഒരു രണ്ട് വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ ദ ലെഗസി ഖലീഫ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖനോട് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇത് കേൾക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമല്ല, ആ സിനിമയിലും ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് an anticipation. Again, വൈശാഖ് മൂവി വീണ്ടും മലയാള സിനിമ ആഘോഷിക്കുന്നവർക്ക് ഒരു വലിയ ആഘോഷം കൊണ്ടുവരുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും കാത്തിരിപ്പാണ്. പക്ഷെ നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുക്കണ്ടേ, നാലെണ്ണം പോകാൻ തിരക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ലെറ്റ്സ് ടേക്ക് എ പിക്ചർ, ലെറ്റ്സ് മേക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഔട്ട് ഓഫ് ദിസ്. വീണ്ടും പീസ അടിപൊളിയായിട്ടുണ്ടല്ലോ വീണ്ടും, അല്ലെ? പീസ താഴ്ത്തി വെക്കണ്ട. സർ, താങ്ക് യു. സാറിന്റെ വളരെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഈ സാന്നിധ്യം ജോയിൻ ചെയ്തതാണ്. ഇന്ദ്രൻ ചേട്ടാ കുറച്ച് ഒന്ന് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. മാമ്പറക്കൽ അഹമ്മദ് അലിയെ കുറിച്ച് ആലിയും നമ്മളും ഒക്കെ അറിയുന്നത്, അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടത് ആലിയുടെ ഹംസുപ്പയിലൂടെയാണ്. ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി നമ്മളിലേക്ക് എത്തിച്ചത് ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടൻ ഞങ്ങളോട് ഈ സായനത്തിൽ സംസാരിക്കണം റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. നമ്മൾ ആക്ച്വലി സിനിമ കാണുമ്പോൾ അതിന്റെ തുടക്കം തൊട്ട് മാമ്പറക്കൽ അഹമ്മദ് അലി എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ നിമിഷവും അതിനെ അത്രയും ഹൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തത് ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു നെറേഷൻ ആൻഡ് ഡയലോഗ്സ് ആണ്. ആദ്യം തന്നെ നല്ലൊരു കൈയടി കൊടുക്കണം എല്ലാവരും ഒരുമിച്ച്. വെരി പ്രൗഡ് ഓഫ് യു. ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയാനുള്ളത് എല്ലാവരോടും? ഈ വലിയ സിനിമയിൽ എനിക്ക് വലിയ വേഷം തന്നതിന് വൈശാഖ് സാർ, ബാക്കി എൻ്റെ പ്രവർത്തകരും എല്ലായിടത്തും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു വലിയ നിറമുള്ളൊരു ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചൊരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ ഒരുപാട് സന്തോഷമുണ്ട് എത്തിച്ചേർന്നതിൽ. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കഥ? ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ. ഞാനാണ് ഇന്ദ്രൻ ചേട്ടൻ. ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു, ചിരി അടക്കി പിടിക്കാൻ പറ്റാണ്ട്. ലാൽ സാറിനൊരു കടമുണ്ട്, അത് ഇതുവരെ വീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. പെരിയ വരുന്നുണ്ട്.
ഓക്കെ, അത് തിരിച്ചു തരാന്ന് പറഞ്ഞ് തിരിച്ചു തള്ളിയതാണല്ലേ. എന്തായാലും നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സാറിന്. താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് us all proud. ആൻഡ് ഇതുപോലെ തന്നെ ഈ സിനിമയിലെ ആ ഒരു ആന്റിസിപ്പേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തതാണ്. അതില് ഒരു കൂടുതൽ ഇമോഷണലി കണക്ട് ആയിട്ടുണ്ടാവുക രഞ്ജിയേട്ടൻ്റെ കഥാപാത്രമായിരിക്കും. വളരെ സ്നേഹനിധിയായ ഒരു അച്ഛൻ, സ്നേഹനിധിയായ ഒരു മകൻ, ഭർത്താവ്, ഒരുപാട് റോളുകളിൽ അദ്ദേഹത്തോടൊപ്പം നമ്മളുടെ മനസ്സും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. രഞ്ജിയേട്ട മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, ഇപ്പൊ നമുക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേതാവ് രഞ്ജിയേട്ട ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കോമ്പിനേഷൻ ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. രഞ്ജിയേട്ട, ഓവർ ടു യു. Thank you, Vaishak. Thank you, Prithvi. Thank you, Jinu. എല്ലാവർക്കും എനിക്ക് രണ്ടാം ഭാഗത്തെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. കാരണം 16-ാമത്തെ വയസ്സിൽ ഇട്ടിട്ട് പോയ ഒരു അച്ഛൻ്റെ മകനാണ്. ഈ പ്രായത്തിൽ എനിക്കിനി 16 വയസ്സായിട്ട് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. എന്നാൽ ഒന്നാം ഭാഗത്തിൽ വളരെ 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 സംതൃപ്തനാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ദുഃഖം, മീശ പഠിക്കേണ്ടി വരുമെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാലം പുറകോട്ട് വെച്ചതാണ്. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു മീശ പഠിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ഭാഗമായതിൽ അഭിമാനം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thanks a lot, Rഞ്ജിയേട്ട. Thanks a lot for joining and thanks a lot for giving us such a beautiful character. മറ്റ് നമുക്ക് വളരെ ഇഷ്ടത്തോടെ നമ്മൾ കണ്ടൊരു കഥാപാത്രമാണ് സാദിഖേട്ടൻ. സാദിഖേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ക്യാരക്ടർ റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ജീവൻ കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് സാദിഖേട്ടൻ. താങ്ക് യു സോ മച്ച്. ഒരു പടം ഹിറ്റാവുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമാണ്. ഈ പടം സൂപ്പർ ഹിറ്റാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് അതിനേക്കാൾ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക്. ഇതിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഒരു മേജർ റോൾ തന്നെ ഉണ്ട് എന്നാണ് എന്നോട് ജിനു പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സിനിമ കണ്ട ആളാണ്. രാജു എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് അല്ല കേട്ടോ. ഓരോ ഫൈറ്റിന് കിന്തൽ എന്ന് പറഞ്ഞ കിന്തൽ ഇടിവെട്ട് ഫൈറ്റാണ് രാജു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോവിയുടെ ക്യാമിയോ റോള്, ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വേറെ ആരും ഇല്ല. അതുപോലത്തെ എന്ത് പെർഫോമൻസും ഏത് രീതിയിലും ചെയ്യാൻ ഇതുപോലെ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ആരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ലാലേട്ടൻ്റെ കൂടെ അതിമനോഹരം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മളൊക്കെ കിടുങ്ങി പോകും. ആ രീതിയിലാണ് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ള ജില്ലയിൽ വൈശാഖ് ഓരോ വർക്ക് കഴിയുമ്പോഴും ഇങ്ങനെ മൂർച്ച കൂട്ടി സംവിധാനത്തിന്റെ വേറെ തലങ്ങളിലേക്ക് വരിക. വൈശാഖ് ഗംഭീരം. ഒരാളെ വേറെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, ജോമോൻ ടി ജോൺ. പുള്ളിയെ കണ്ടില്ല, ജോമോനെ കണ്ടില്ല. ജോമോന്റെ മാസ്മരിക ഫോട്ടോഗ്രാഫി ഗംഭീരായിരിക്കുന്നു. അതുപോലെ ഇതില് മൂന്ന് ഫൈറ്റ് 3 മാസ്റ്റേഴ്സാണ്. 3 പേരും അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇടിവെട്ട് ഫൈറ്റുകൾ. എന്തായാലും കുടുംബസമേതം എല്ലാവർക്കും തിയേറ്ററിൽ പോയി ആസ്വദിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ മൂവി അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ അവസരത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്. ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആ സിനിമയുടെ ഒരു ഭാഗം എന്നതിനേക്കാൾ അപ്പുറം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് എൻ ഓഡിയൻസിൽ നിന്നുകൊണ്ടാണ് അധികം സംസാരിച്ചത്. നല്ലൊരു കൈഡി കൊടുക്കാം. ആൻഡ് അതിൽ പറഞ്ഞൊരു കാര്യം, രാജുവേട്ടൻ്റെ ആ ഒരു എഫേർട്ട് അതിൽ ഭയങ്കര വിസിബിൾ ആണ്. എങ്ങനെ പറ്റുന്നതെന്ന് അറിയില്ല. കാരണം സ്ട്രെയിറ്റ് ടു ഒരു mid-20s ലുക്ക് ആൻഡ് യു ലുക്ക് എക്സാക്ട്ലി ലൈക്ക് mid-20s. അത് മാത്രമല്ല അതിലെ ഫൈറ്റ് സീക്വൻസസ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഫൈറ്റ് മൂവി അല്ലെങ്കിൽ കൂടി അതിൽ ഞങ്ങൾ സിനിമ കണ്ട തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഇടി എന്നൊക്കെ പറഞ്ഞ കിന്തൽ ഇടി. ദിസ് വാസ് എവ്രിബഡീസ് ഡയലോഗ്.
ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ ഓണത്തിന് ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ നമ്മളുടെ ഇടയിലേക്ക് മലയാളികൾക്ക് വേണ്ടി എത്തുമ്പോൾ ഇതിൽ ഒരുപാട് സർപ്രൈസസ് ഉണ്ടായിരുന്നു. അതില് നമ്മുടെ ലാലേട്ടന്റെ പമ്പരക്കൽ അഹമ്മദ് അലി ക്യാരക്ടർ നമുക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷെ അറിയാത്ത 2 സർപ്രൈസ് ഉണ്ടായിരുന്നു ഇന്ന് തിയേറ്ററിൽ വെച്ച് നമ്മളെല്ലാവരും അറിഞ്ഞ സർപ്രൈസ്. അതില് ഒരാളിൽ ഞാൻ ആദ്യം തന്നെ തുടക്കം കുറിക്കുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് യുണീക് വേഴ്സറ്റൈൽ ആക്ടർ മലയാളം ഇൻഡസ്ട്രി ഓർ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഹവ് എവർ സീൻ. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിർ ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് സൗബിക വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു വൺ ക്ലാസിക് ലുക്കിലാണെന്ന് വന്നിരിക്കുന്നത്. ലുക്കിംഗ് ഡാഷിംഗ് എന്നൊക്കെ പറയുന്നത്. നമസ്കാരം. താങ്ക് യു വൈശാഖേട്ട, ജിനുശേട്ട, രാജുവേട്ട. പിന്നെ ജിനുശേട്ടൻ ഈ കഥാപാത്രം അല്ല ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞൊരു പരിപാടി ഉള്ളൂ ഇത് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്ന കാര്യം ഇതിലുള്ള കാര്യങ്ങൾ എല്ലാവരും പേരുകളും കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗവും പറ്റിയ വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി തുറന്നു പറഞ്ഞത്. ഇത് വെറും തുടക്കം മാത്രമാണ്, ഇതിന് അങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നെ വൈശാഖനും ജിനുവേട്ടനും കൂടി കുറച്ചും കൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സന്തോഷം തോന്നിയത്. അപ്പം എന്തായാലും ഇതിൻ്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പം വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം. കാരണം ഓണത്തിന് ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ടാണെങ്കിൽ പോലും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സദ്യയായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പം എല്ലാവരും കാണണം. താങ്ക് യു. ഖലീഫ ദ ലെഗസിയിൽ ഖലീഫ 2-ൽ കൂടുതലായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഏറ്റവും വലിയ 2 സർപ്രൈസുകളൊന്നായിരുന്നു സൗബിൻ്റെ പ്രസൻസ്. അതോടൊപ്പം തന്നെ ടോവിനോട് ശരിക്കും പറഞ്ഞാൽ കവിതാ തിയേറ്ററിൽ നമ്മളൊക്കെ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആ സമയത്തുള്ള പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻ വളരെ കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ആ കുറച്ച് സമയം അടിപൊളിയാക്കി. അല്ല, സീക്രട്ട് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ ടോയുടെ അടുത്ത ഭാഗം എനിക്ക് തോന്നുന്നു ചോരക്കളിയായിരിക്കും തോന്നുന്നു. ഒരു രക്ഷല ലുക്സ് ഇൻക്രെഡിബിൾ. സ്വാഗതം ചെയ്യാം മലയാളികളുടെ കിടിലൻ ഹാൻഡ്സം ഹീറോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, put your hands together for ടോവിനോ തോമസ്. ഒരു വെറൈറ്റി ലുക്കിലാണല്ലോ ടോയി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ പറ്റുന്നത്. തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാനിതിനു മുമ്പ് ഞങ്ങൾ ലൂസിഫറിൻ്റെ സമയത്തും എമ്പുരാൻ്റെ സമയത്തും കവിതയ്ക്ക് ഇതുപോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്ര ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറെ ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു ഉള്ളത്. അതിന് വേണ്ടി തന്നെ ഇന്നലെ തന്നെ അങ്ങോട്ട് പോന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിരിച്ചേട്ടാ, വൈശാഖേട്ടാ, രാജുവേട്ടാ ഈ ഒരു സിനിമയിൽ എന്നെ കൂടെ ഭാഗമാക്കിയതിൽ. ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇതിനെന്താ ഞാനില്ലാത്ത എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്മരിക ആക്ഷൻ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്നൊരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൊമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്കും ഇതിനെപ്പറ്റി ടൂവിനെ പറ്റിയിട്ട് എനിക്കിതിൻ്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിനിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിടിലം ഒരു പെർഫോമൻസ് തന്നെ 2-ൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞാനും ഫുൾ കിണ്ടലടിയാണോ ടോയി അതില്? തോക്കൊക്കെ ഉണ്ടല്ലോ, വെടിവെച്ചല്ല. പിന്നെ വെറുതെ ഇടിച്ച് നമ്മൾ നമ്മുടെ സത്യം ഒരു നല്ല കൈ കൊടുക്കാൻ പറ്റുമോ തോമസ്?